അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്യട്ടെ. ദീർഘനേരം നമ്മൾ പരിശുദ്ധമായ ഖുർആൻ ഓതി യാസീനും വാഖിയയും മുൽക്കും ഒക്കെ പാരായണം ചെയ്ത് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി പരിശുദ്ധമായ ദിക്റുകളും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും എല്ലാം ചൊല്ലിയ വളരെ പുണ്യമേറിയ ഒരു പവിത്രമായ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഒരു ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ എന്നോട് പറഞ്ഞു, മൻ അസ്ബഹ മുഫ്തിറൻ, നിങ്ങൾ ആ നാട്ടിലേക്ക് പോകണം. എന്നിട്ട് ആ നാട്ടിലേക്ക് പോയിട്ട് അവിടെയുള്ള ജനങ്ങൾ നോമ്പ് മുറിച്ചവരാണ് അല്ലെങ്കിൽ നോമ്പ് നോൽക്കാത്തവരാണ് എങ്കിൽ അവരോട് ഇംസാക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള സമയം നോമ്പുകാരായി നിൽക്കാൻ വേണ്ടി പറയണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയോട് പറയുകയാണ്. അങ്ങനെ വമൻ അസ്ബഹ സ്വായിമൻ, അവിടെയുള്ളവരിലേക്ക് എത്തിയപ്പോൾ അവർ നോമ്പുകാരായിട്ടാണ് നിങ്ങൾ അവരെത്തിച്ചത് എങ്കിൽ അവരോട് ആ നോമ്പിനെ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾ പറയണം. എന്നിട്ട് മഹദി അവர்கள் പറയുകയാണ്, അങ്ങനെ നമ്മൾ നോമ്പ് നോക്കുമായിരുന്നു. ആശൂറായുടെ ദിവസത്തിൽ നമ്മൾ നോമ്പ് നോൽക്കുമായിരുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ നോമ്പ് നോൽപ്പിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ പരിശുദ്ധമായ ആശൂറായുടെ ദിവസങ്ങളിൽ താസുവായുടെ ദിവസങ്ങളിലെല്ലാം നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമാണ്. നമുക്ക് മാത്രമല്ല, നമ്മളും നമ്മുടെ മക്കളോടും നോമ്പ് നോക്കാൻ പറയണം. നമ്മുടെ മക്കൾ നോമ്പ് നോക്കുന്ന ആളുകളായി മാറണം. അങ്ങനെയുള്ള ദിവസങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനും ചെറിയ പ്രായത്തിൽ തന്നെ മക്കളോട് പറയണം. ചിലർക്കൊക്കെ ഒരു വലിയ വിഷമമുള്ള കാര്യമാണ്, എന്റെ മോൻ പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്നൊക്കെയാണ് ചിലരുടെ ധാരണ. അങ്ങനെ ഒരു ധാരണയും വേണ്ടതില്ല. മഹദി അവர்கள் പറയുകയാണ്, നമ്മുടെ ചെറിയ മക്കളോട് നമ്മൾ നോമ്പ് നോൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് മാത്രവുമല്ല, നമ്മൾ പഞ്ഞി കൊണ്ട് പരുത്തി കൊണ്ടുള്ള ഒരു കളിയുടെ ഒരു രൂപം, ഒരു കളിപ്പാട്ട് നമ്മൾ ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുക? ആ കളിപ്പാട്ടം പരുത്തി കൊണ്ട് നമ്മൾ നിർമ്മിച്ച കളിപ്പാട്ടം മക്കൾ ഭക്ഷണത്തിന് വേണ്ടി കരയും. സ്വാഭാവികമാണ്, നോമ്പ് നോൽക്കിയ മക്കൾ ഭക്ഷണത്തിന് വേണ്ടി കരയുക. അങ്ങനെ കരയുന്ന സമയത്ത് ഈ പരുത്തി കൊണ്ടുണ്ടാക്കിയ ഈ കളിപ്പാട്ടം നമ്മുടെ മക്കളുടെ കയ്യിൽ നമ്മൾ കൊടുത്തിട്ട് നോമ്പ് തുറക്കുന്നത് വരെ, അതിന്റെ സമയമാകുന്നത് വരെ നമ്മൾ ആ മക്കളെ സമാധാനിപ്പിച്ച് അങ്ങനെ അങ്ങ് കൊണ്ടുപോകാറുണ്ടായിരുന്നുവെന്ന് മഹദിയായ അവിടുന്ന് ലോകത്തോട് പറയുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ലോകത്തിനെ പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അതുകൊണ്ട് നാളത്തെ ദിവസം താസുവായുടെ ദിവസം, മറ്റന്നാൾ ഞായറാഴ്ച ആശൂറായുടെ ദിവസം, അതിന്റെ പിറ്റേന്ന് തിങ്കളാഴ്ച 11 മുഹറം 11 അന്ന് നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമാണെന്ന് എന്ന് ഫത്വയിൽ ഇടയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടൊക്കെ നോമ്പ് നോൽപ്പിക്കണം. ഒന്നുമില്ലെങ്കിൽ താസുവായിന്റെയും ആശൂറായിന്റെയും ദിവസം, പ്രത്യേകിച്ച് സ്കൂളില്ല, കുട്ടികൾക്ക് മദ്രസയില്ല, സ്കൂളുകളില്ല, ശനിയെ ഞായർ നല്ല അവസരമാണ്. അതുകൊണ്ട് എന്റെ പരിപാടി കേൾക്കുന്ന ലോകത്തെമ്പാടുമുള്ള മദനീയ കുടുംബങ്ങളും ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി എല്ലാവരും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മളും എല്ലാവരും നോമ്പെടുത്ത് ആ ദിവസം മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനോട് വലിയ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂലേ പരിശുദ്ധമായ മദീനയിലേക്ക് വരുമ്പോ അവിടെയുള്ള യഹൂദികൾ നോമ്പ് നോൽക്കുന്ന അവസ്ഥ അറിഞ്ഞപ്പോ ചോദിച്ചു, എന്തിനാണ് അവർ നോമ്പ് നോൽക്കുന്നത്? അവര് മൂസാ നബി അലൈഹിസ്സലാമിനോട് വലിയ ബന്ധമുണ്ടായത് കൊണ്ടാണ്, അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ, അല്ല, മൂസാ നബി അലൈഹിസ്സലാമുമായി ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പരിശുദ്ധമായ മുഹറം 9 ഞാൻ നോമ്പെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വളരെ പുണ്യമായ ദിനരാത്രങ്ങളാണ് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ വലിയ ധിക്കാരിയായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അവന്റെ ഏറ്റവും
വലിയ ആക്രമണങ്ങളിൽ നിന്ന്, ധിക്കാരത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തിയ പുണ്യമായ ദിനരാത്രങ്ങളാണ് താസുവായിന്റെയും ആശുറായിന്റെയും ഒക്കെ ദിവസങ്ങളും ദിനരാത്രങ്ങളും സമയങ്ങളും. എല്ലാ നബിമാർക്കും അതുമായി ബന്ധപ്പെട്ട് ഓരോരോ കഥകൾ പറയാനുണ്ട്.